നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കരൻ നമ്പൂതിരിയും ഭാര്യ സ്മിതയുമായിരുന്നു. നമസ്കാരം. ഇപ്പം നമ്മൾ കച്ചേരി അല്ലാതെ സ്റ്റേജ് ഷോസിൽ പാടാറുണ്ടോ? പോവാറുണ്ടോ? അപ്പോൾ അധികമല്ല, മാക്ടയിലെ ഞാൻ 2 പ്രാവശ്യം സ്റ്റേജ് ഷോയിൽ പാടിയിട്ടുണ്ട്. പാടി. അപ്പം സ്വന്തം പാട്ടുകളാണ് പാടുന്നത് അതോ? അല്ല, അന്നൊക്കെ ഞാൻ ദാസേട്ടൻ്റെയും ചേട്ടൻ്റെ ഒക്കെ പാട്ടുകളാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. ഇതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എൻ്റെ പാട്ടുകൾ തന്നെ. എനിക്ക് ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കും. ശരി. ചിറ്റാറ്റിൻ കാവിലാണോ? ഓക്കെ. സ്മിത ഇദ്ദേഹം പാട്ട് പാടുമ്പോൾ ഒരു ക്രിട്ടിക് മൈൻഡോട് കൂടെയാണ് കാണുന്നത്. ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടമാണ് സാധാരണ പതിവ്. ആണോ? വീട്ടിൽ വന്നിരുന്നില്ല ആണോ? ഒരു കോൺസെർട്ടിന് പോകുന്നതിന് മുമ്പ് ഏതൊക്കെ പാടണം എന്നുള്ള ലിസ്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, നിർദ്ദേശിക്കും. പിന്നെ കച്ചേരി കഴിഞ്ഞ് എവിടെയെല്ലാം നന്നാക്കാമായിരുന്നു, എവിടെയൊക്കെ ശബ്ദത്തിൻ്റെ അത് മോഡുലേഷൻ ചെയ്യാം, ഒത്തിരി ഹെൽപ്പുകൾ ചെയ്യാറുണ്ട്. ഒരു ക്രിട്ടിക്കാണ്, നല്ലൊരു. ഞാൻ മനസ്സിലാക്കിയ ഇദ്ദേഹം ആദ്യം കാണുമ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു പക്വതയുള്ളതായി. പെട്ടെന്ന് മനസ്സിലായി ഉള്ളിൽ വല്ലാത്തൊരു കൊച്ചുകുട്ടി ഇങ്ങനെ തട്ടി കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു കുട്ടിയുണ്ട് എന്നല്ലേ. ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ഏജിൻ്റെ അനുസരിച്ചൊരു ഇത് പക്വത അങ്ങോട്ട് വരാത്ത മാതിരി എന്തൊക്കെയോ ഒരു കുട്ടിത്തം അങ്ങോട്ട് മാറിയിട്ടില്ല. അത് എന്തൊക്കെയോ ഒരു ഇതൊക്കെ ഉണ്ട് എന്നിങ്ങനെ തോന്നുന്നു. അങ്ങനെ ഉണ്ട് അല്ലേ? അത് മനസ്സിലാക്കാൻ കുറച്ച് കല്യാണം കഴിഞ്ഞപ്പോഴേ മനസ്സിലാക്കിയോ? കല്യാണം കഴിഞ്ഞ് മനസ്സിലാക്കി, ഉടനെ തന്നെ മനസ്സിലായി. അപ്പോൾ കുറച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറിയ ചുള്ളിയോടിയൊക്കെ എടുക്കണ്ട. കാരണം ഞാൻ വീട്ടില് വളരെ പക്വതയായിട്ടാണ് ഞാൻ വളർന്നതും. സ്വന്തമായിട്ട് ഡിസിഷൻ എല്ലാം വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യം അച്ഛനും അമ്മയാണെങ്കിൽ ഏട്ടന്മാരൊക്കെ തന്നിരുന്നു. 2 ഏട്ടന്മാരുടെ ഇടയിൽ വളരുന്ന ഒരാളല്ലേ ഞാൻ. അപ്പം കുറച്ചൊരു ബോൾഡ്നെസ്സും എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ സങ്കടം വരുമോ? ചേട്ടനും അതിനെ ന്യായീകരിക്കാൻ നോക്കും. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുമ്പ് എനിക്ക് ഈ ലിസ്റ്റൊന്നും പ്രോഗ്രാംസ് ലിസ്റ്റൊന്നും അവൾ സജസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമായിരുന്നില്ല. പിന്നെ അവളും കൂടെ ചേർന്ന് ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞങ്ങൾ മിങ്കിൾ ചെയ്ത് പ്രോഗ്രാം. ഇപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് എടുക്കാൻ പറയുന്നത് ശരിയാണെന്നുള്ള ബോധമുണ്ട്. ഇതെനിക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധമുണ്ട്. മുമ്പ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു. അത് വീട്ടില് അങ്ങനെ ഒരു കാർക്കശ്യം അച്ഛനും അമ്മയും കാണിച്ചിട്ടില്ല? ഉണ്ട്. അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലായിടത്തും അച്ഛൻ വരുമായിരുന്നു എൻ്റെ കൂടെ. ഒരുപാട് പാമ്പർ ചെയ്ത് കുട്ടിയാണ്. ഒത്തിരി അധികം വളരെയധികം പാമ്പർ ചെയ്ത് ഏതൊക്കെ പാടുന്ന അച്ഛൻ തന്നെ പറയുമായിരുന്നു, ഇത് പാടി നന്നായിരിക്കും. അതുപോലെ തന്നെ പാടിക്കുമായിരുന്നു അച്ഛൻ. പോവുകയാണെങ്കിലും അച്ഛനായിരിക്കും ബാഗ് എടുക്കുക. ചിലപ്പോൾ വയ്യാണ്ടൊക്കെ ആയപ്പോൾ അച്ഛൻ തന്നെ ബാഗ് കൊണ്ടുപോവുക. മോനെ പല്ല് തേക്കുക, ബ്രഷിൽ പേസ്റ്റ് എടുത്ത് കൊണ്ട് കൊടുക്കുക. അപ്പം അങ്ങനെ അച്ഛൻ വളരെ എനിക്കൊന്നും അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ തന്നെയാണ്, എനിക്ക് ബ്രഷ് ചെയ്യണം തോന്നുമ്പോൾ ഞാൻ തന്നെ പേസ്റ്റ് എടുത്ത് പോകും, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നേരെ. പിന്നെ അതൊക്കെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടി വന്നോ? അതോ ഇപ്പൊ അച്ഛന്റെ റോള് ഭാര്യ ചെയ്യുന്നേ ഉള്ളോ? അല്ലല്ല, ഇപ്പൊ കുറെ മാറ്റമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഇപ്പൊ തനിയെ കുറച്ച് മാനേജ് ചെയ്യാനൊക്കെ പഠിച്ചു. എല്ലാം ഞാൻ തനിയെ പ്രോഗ്രാമിനൊക്കെ പോകാൻ. ഇപ്പൊ ഞാൻ ചിന്തിക്കാറില്ല അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു ഒരു വശത്തെ പറ്റി. ഞാൻ എപ്പോഴും കൂടെ നടക്കാൻ പറ്റില്ലല്ലോ 24 hours. അതുകൊണ്ട് മോനെ ഇപ്പോഴേ മോൻ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അവൻ എപ്പോഴും അത് കെയർഫുൾ ആവും. അതെ. ഫുഡൊക്കെ അവൻ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കും. ചെറിയ 9ാം ക്ലാസ്സിലെ ആയുള്ളെങ്കിലും ഒരു നേരമൊക്കെ അയാൾ തന്നെ മാനേജ് ചെയ്യും. പക്ഷെ ചേട്ടനെ പറ്റില്ല. ഒരു ചായ ഉണ്ടാക്കുന്നതിൽ മാത്രം ഒരു പ്രോഗ്രസ് ഉണ്ടായി. തനിയെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല. മാറണം എന്ന് തോന്നുന്നില്ലേ? മാറണം തോന്നുന്നു. അതോ ഇങ്ങനെയൊക്കെ മതി എന്നാണോ? ഇല്ല, ഞാൻ ഇതിൽ നിന്നും മാറ്റം വരാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ വിളിച്ചുണർത്തണം, ഒരു ചായ തരണം, പിന്നെ എന്നെ കൊണ്ട് പാടിപ്പിക്കണം, രാവിലെ സാധനം ചെയ്യിപ്പിക്കണം. 1 hour ദിവസം പാടിക്കും എന്നെ മിനിമം രാവിലെ. തീർച്ചയായിട്ടും. തനിയാണെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ല. അതാണ് എൻ്റെ ഒരു നേച്ചർ. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പീപ്പിൾ ആർ ഡിഫറെൻറ്റ് എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ പെടുന്ന ആളെ
ഒരു ഗൈഡൻസ് വേണം എനിക്ക്, എന്നാലേ അത് ശരിയാവും. അത് ശരി. അയ്യോ കണ്ട പക്ഷെ അങ്ങനെ തോന്നേ ഇല്ല കേട്ടോ. പക്ഷെ അടുത്തറിയുള്ളവർക്കൊക്കെ അറിയാം ആളിങ്ങനെയാണ്. അച്ഛൻ വഷളാക്കി, കൊഞ്ചിച്ചു വഷളാക്കി അല്ലേ? അച്ഛനുള്ളപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സ്മിത വന്നതിന് ശേഷം കുറച്ച് ഭേദപ്പെട്ടു ഞാൻ വളരെ. അച്ഛൻ പോയപ്പോഴേ എനിക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. ഈ അച്ഛൻ പോയപ്പോൾ നഷ്ടങ്ങളുണ്ടായി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് തരത്തിലുള്ള നഷ്ടമാണ് ഈ ഉദ്ദേശിക്കുന്നത്? സൗഹൃദം പോയതിന്റെ ആണോ, അതോ നമുക്കുള്ള കോൺഫിഡൻസ്? സൗഹൃദം, ഇത് രണ്ടും എനിക്ക് നഷ്ടപ്പെട്ടു. എടാ അതുപോലെ പാട്, ഇങ്ങനെ അത് ചെയ്യാൻ അങ്ങനെ എനിക്ക് ഒരു ഉത്ബോധനം എപ്പോഴും ആവശ്യമായിരുന്നു. അത് എനിക്ക് അച്ഛനായിരുന്നു ഏറ്റവും എൻ്റെ ഒരു വലിയ ശക്തിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ശക്തി തരുന്ന ഒരു ഭാര്യ ഒന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോ ശങ്കര നമ്പൂരി എന്ന് പറയുന്ന ഒരാൾ അവിടെ കൊണ്ട് തീർന്നു പോകുമായിരുന്നോ? തീർച്ചയായിട്ടും. മാനേജ്മെന്റിലും പ്രോഗ്രാമിനെ ഒക്കെ അത് ബാധിക്കുമായിരുന്നു. എല്ലാ കാര്യത്തിലും എനിക്ക് ഞാൻ താഴത്തേക്ക് പോയേനെ, വളരെ താഴത്തേക്ക് പോയേനെ. ഓക്കെ, അതെന്തായാലും നമുക്ക് കുറച്ച് മാറ്റിയെടുക്കണം കേട്ടോ. ഇത് ഇനിയും കുറച്ച് പണി ഇല്ലേ, ഇനിയും കുറച്ച് പണി കിടക്കുന്നു. ഈ സംഗീതവുമായിട്ട് ഇങ്ങനെ ഒരു തെറാപ്പി ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് അത് ആക്ച്വലി? ഞാൻ മ്യൂസിക് തെറാപ്പി കൈതപ്രം ദാമോദരൻ നമ്പൂരിയുമായിട്ട് ചേർന്നിട്ട് 4 ഹോസ്പിറ്റലുകളിൽ അദ്ദേഹമായിട്ട് ചേർന്ന് മ്യൂസിക് തെറാപ്പി ചെയ്തു. അതായത് രോഗികളെ ഇങ്ങനെ ഇരുത്തിയിട്ട് അവർക്ക് ഒരു ചെറിയ ഇയർഫോൺ പോലെ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഒരു 2 മണിക്കൂർ പ്രോഗ്രാം. അത് സാധാരണ കച്ചേരി പോലെയല്ല, ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള രാഗങ്ങൾ സോഫ്റ്റായ രീതിയിൽ പാടി അവർക്കൊരു ഹീലിംഗ് കൊടുക്കുക എന്നുള്ളത്. അവർ കേൾക്കുക, കേൾവി മാത്രമാണ് അവരുടെ ഡ്യൂട്ടി അല്ലേ? കണ്ണടച്ചവർ റിലാക്സ് ചെയ്ത് 2 മണിക്കൂർ. അപ്പോൾ പലർക്കും ആശ്വാസം കിട്ടുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് രോഗം മാറിയെന്നല്ല പറയുന്നത്, മനസ്സിലായി, ഒരു ആശ്വാസം. അവരുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ സാധിക്കും അല്ലേ? ആരഭി, മോഹനം, ആനന്ദ ഭൈരവി, അതിന് പ്രത്യേക രാഗങ്ങൾ എടുത്തിട്ട്, അതെ, മധ്യമാവധി. ഈ രാഗം ശരിക്കും ഒരു പരിധിവരെ മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കും അല്ലേ? പല രീതിയിലും. ദേഷ്യം പിടിപ്പിക്കുന്ന രാഗം ഉണ്ടോ? ഏത് രാഗം? ഇപ്പം ഈ വളരെ അഠാണ രാഗത്തിന് ഒരു വീരരസം നൽകാൻ പറ്റും. ചില ദേഷ്യമല്ല, നമുക്കൊരു ഉണർവ്, പെട്ടെന്നൊരു ഉണർവ് കിട്ടുന്ന ഒരു രാഗമാണ്. അതുപോലെ ദർബാറി കാനഡ എന്ന് പറഞ്ഞ രാഗം നമുക്ക് കണ്ണീര് വരും. നമുക്ക് ശരിക്കും ഭാഗ്യശ്രീ രാഗം ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ കരഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പാടുമ്പോഴും അതെ, ചിലപ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ പലരും അങ്ങനെ. ഈ അഠാണ രാഗത്തില് എനിക്കൊരു 2 വരി അതായത് ഒന്ന് പാടാൻ പറ്റുമോ? എനിക്കത് എന്താണെന്ന് അറിയാം. ഒരു വീരരസമാണ്, ചില ഒരു ഉണർവ് കിട്ടും. ബാലകനകമയ ചേല സുജന പരിബാല കനകമയ ചേല സുജന പരിപാല ശ്രീരമാലോല വിധൃത ശരജാല ബാലകനകമയ ചേല സുജന പരിപാല ശ്രീരമാലോല വിധൃത ജാല ശുഭദ കരുണാലവാല ഘന നീല നൗവ്യ വനമാലികാഭരണയേലാനി ദയരാദു പരാഗുജേസേ വേല സമയമോ ഗാദു. ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ. ഇതിൽ പല കീർത്തനങ്ങളുണ്ട്. ഇത് കച്ചേരിയിൽ നമ്മൾ ആദ്യമോ അല്ലെങ്കിൽ ഒരു രണ്ടാമതോ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഉണർവുണ്ടാവും. അല്ലെങ്കിൽ ഇടയിലൊന്ന് ഒരു ആൾക്കാരൊന്ന് ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് ഒരു പോലത്തെ ഒരെണ്ണം വിട്ടുകൊടുത്താൽ അഠാണ എന്തെങ്കിലും പാടുകയാണെങ്കിൽ നല്ല എടുപ്പായിരിക്കും. അപ്പോൾ ഈ മ്യൂസിക് തെറാപ്പി ചെയ്യുമ്പോൾ അവരോട് ഈ രാഗവും ഈ രാഗത്തിന്റെ ഗുണവും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണോ ചെയ്യുന്നത്? ആദ്യമേ ഇന്നെ ഇതൊക്കെയാണ് പാടുന്നതെന്ന് ഒരു ലിസ്റ്റ് അവർക്ക് ഇത് ഒരു ചാർട്ട് അവർക്ക് കൊടുക്കും. ഡോക്ടർമാർ അവർക്കൊരു കൊടുക്കും. അതിന് ശേഷമാണ് പാടുന്നത്. ഉറങ്ങുന്ന രാഗം? ഉറങ്ങുന്ന രാഗം ഉണ്ടോ? ആണോ? അവരെ ഉറക്കാനായിട്ട് ആ രാഗം പാടും ആണോ? നീലാംബരി രാഗം വളരെ ഫലപ്രദമാണ്. അയ്യോ, അപ്പൊ കച്ചേരി നടത്തുമ്പോൾ ആൾക്കാർ ഇല്ല, കച്ചേരിക്ക് നമ്മളങ്ങനെ അധികം പാടാറില്ല. അത് ഇല്ല. ഇതുപോലുള്ള ഹീലിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസിലൊക്കെ നീലാംബരി ഉൾപ്പെടുത്താറുണ്ട്. ഇത് ഏത് തരം രോഗികൾക്ക് ആണ് ഇത് പ്രയോഗിക്കുന്നത് ശരിക്കും? ഇത് ശരിക്കും ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് RCC ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ക്യാൻസർ രോഗികൾക്ക് ഒരു വേദന കുറയ്ക്കും അല്ലെ? ചിലവർക്ക് വേദന കുറയ്ക്കും, ചിലവരുടെ ഡിപ്രഷൻ കുറയ്ക്കും,
പിന്നെ മേലുള്ള ഇങ്ങനെ ഈ പാരാലിസിസ് പോലുള്ള വേദനയുള്ള ആൾക്കാർക്കൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും. സ്ട്രോക്ക് പോലെ വന്ന് കിടക്കുന്നവർക്കൊക്കെ, പിന്നെ മേൽ വേദന ഉള്ളവർക്ക്, അങ്ങനെയൊക്കെ തലവേദന വളരെ ഇതായിട്ടുള്ള ഇതൊക്കെ ഉള്ളവർക്ക് ഒരു സോഫ്റ്റായിട്ട് ആ മ്യൂസിക് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഇത് വരാറുണ്ട്. സംഗീതം നമ്മളെ സ്വാധീനിക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളത്, എൻ്റെ മക്കൾ കുറച്ച് ഫാസ്റ്റ് സോങ് കേൾക്കുന്നവരാണ്. അപ്പം എൻ്റെ കൂടെ കാറിൽ കയറുമ്പോൾ അവർ ഇത് ഇടുമ്പോൾ ഞാൻ അറിയാതെ ആക്സിലേറ്റർ സ്പീഡ് കൂടും. കാറിൻ്റെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയലൻസ് കയറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ സോഫ്റ്റ് മ്യൂസിക് ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ആസ്വദിച്ച് വളരെ സൗമ്യ മനസ്സോടുകൂടെ നമ്മൾ അല്ലേ. അത് ചേച്ചി പറഞ്ഞ വളരെ ശരിയാണ്. അപ്പം ഞങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ GNBയുടെ വല്ല കൃതിയൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആക്സിലേറ്ററിൽ കാലങ്ങാ വരും. ഞാൻ പറയും വേണ്ട വേണ്ട, KNന്റെ ആരെങ്കിലും കച്ചേരി ഇതൊക്കെ ഇടാം. ഇപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് ഇപ്പോൾ കച്ചേരികളിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ ഓരോ സ്റ്റൈലുകൾ. ഇപ്പോൾ KV നാരായണസ്വാമി കുറച്ചുകൂടെ സോഫ്റ്റാണ്, നല്ല സുഖമാണ് പാട്ട്. GN ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. അപ്പോൾ ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. ഇപ്പം മുഹമ്മദ് റാഫിയുടെ പാട്ട് വളരെ ഇതാണ്, വളരെ ത്രില്ലിംഗ് ആണ്. ആ ത്രില്ലിംഗ് അല്ല ജഗജിത് സിംഗിൻ്റെ ഗസൽ കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റുകൾ ഓരോരോ മ്യൂസിക്കിലും ഉണ്ടാവും. ദാസേട്ടൻ്റെ പാട്ട് വേറെ ഒന്ന്, അങ്ങനെ ഓരോരുത്തർ. ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും ഒരു സാമൂഹിക പ്രവർത്തനമായിട്ടാണോ ചെയ്യുന്നത്, അതും ഒരു പ്രൊഫഷനായിട്ടാണോ? ഒരു സാമൂഹിക പ്രവർത്തനം, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഒരാൾക്ക് നമ്മുടെ മ്യൂസിക്കിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിച്ച് പ്രതിഫലേച്ച് ഇല്ലാണ്ട് ചെയ്യുന്നൊരു ഇതാണ്. ഇപ്പോൾ അത് കുറച്ച് നിന്നിരിക്കുക, അത് ബ്രേക്ക് ആയിരിക്കും. ഇനിയിപ്പോൾ നാളെ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. അതെ അല്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടി ഈ ഹോസ്പിറ്റൽസുമായിട്ട് കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറെ കൂടി അതിനൊരു വൈഡ് പബ്ലിസിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. പലയിടത്തും സമീപിക്കാനുള്ളൊരു മടി പലർക്കും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിന് പൈസ കൊടുക്കേണ്ടി വരുമോ, ഇത് പിന്നെ നമുക്ക് കൂടുതൽ ബാധ്യതയാകുമോ എന്നൊരിതുണ്ട്. പിന്നെ വിശ്വാസമില്ലായ്മ കുറച്ച് പേരുണ്ട് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യം ഡോക്ടേഴ്സിന് ഒരു സ്റ്റഡി ക്ലാസ് എടുത്താൽ കുറെ ഡോക്ടേഴ്സ് ഇത് വിശ്വസിക്കുന്നുണ്ട്. ആദ്യം ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവരോട് ഏത് ഡോക്ടർമാരെല്ലാം കൺസൾട്ട് ചെയ്തിട്ട് ഇതിനോട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളും കേരളത്തിൽ ചെയ്യാൻ പറ്റും. ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഇരിക്കുന്ന, അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നതല്ല, ഇരിക്കുന്ന പേഷ്യൻസിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ടോ? കുട്ടികളാണോ കൂടുതൽ ഇതിൽ താല്പര്യം, അതോ മിഡിൽ ഏജ് ആണോ? ആൾക്കാരും മധ്യവയസ്കരും പ്രായ ആൾക്കാരുമാണ് കൂടുതൽ. കുട്ടികൾക്ക് വലിയ ഇതില്ല. ഉണ്ട്, കുട്ടികളെ അങ്ങനെ നോക്കിയിട്ടില്ല, ഇപ്പൊ ഇതുവരെ അങ്ങനെ അതിലേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് വേറൊരു തരത്തിലുള്ള മ്യൂസിക് ആയിരിക്കാം ചിലപ്പോ. അതെ അതെ അതെ, അവർക്ക് ചിലപ്പോ ലല്ലബീസ് ഉണ്ട്, ഇങ്ങനെ സീതാ കല്യാണ വൈഭോഗമേ, ഇങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ത്യാഗരാജസ്വാമികളുടെയും ദീക്ഷിതരുടെ ഒക്കെ പില്ലാരി ഗീതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുണ്ട്. ശ്യാമളെ മീനാക്ഷി സുന്ദരേശ്വര സാക്ഷി ശങ്കരി ഗുരു ഗുഹ സമുദ്ഭവ ശിവേ, ഇങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള. ശരിക്കും അങ്ങനെ മ്യൂസിക് തെറാപ്പിയിൽ ക്ലാസിക്കൽ തന്നെയാണോ നോക്കുന്നത്, അതോ ഭക്തി ഗാനങ്ങളിലേക്ക് പോകാറുണ്ട്? കൂടുതലും ഭക്തിയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള കീർത്തനങ്ങൾ, ഭക്തിഗാനങ്ങൾ, അങ്ങനെ. ഈ രോഗികൾക്ക് അടിപൊളി പാട്ട്, അങ്ങനെ ഹിന്ദി സോങ്സുകൾ അല്ലെങ്കിൽ മലയാളത്തിലുള്ള അടിപൊളി സോങ്സ് അല്ല അവർ ഡിസ്റ്റർബ് ആവുമായിരിക്കും. അപ്പോൾ അത് മൈൻഡ് ഡൈവേർട്ട് ആവും, അവർക്ക് ഒരു വേറൊരു എഫക്റ്റ് ആയിരിക്കും അവർക്ക് അത് സൃഷ്ടിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്ട്രുമെന്റ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും അവരെ, അല്ലേ? ഈ ഫ്ലൂട്ട് വയലിനൊക്കെ കുറച്ചുകൂടി അല്ലേ സോഫ്റ്റ് ആണ്, അത് നല്ല സൂത്തിങ് കിട്ടും. അല്ലാതെ വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്, വീട്ടിൽ എടുക്കുന്നുണ്ട്. ശരി. ഇപ്പോൾ ഒരു ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഇപ്പോൾ ഒരു യുവജനോത്സവം വരുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി ഇവരെ ഒന്ന് റെഡിയാക്കി അവിടെ കൊണ്ടൊന്ന് പ്രസന്റ് ചെയ്യാൻ, അങ്ങനത്തെ ക്ലാസ് അങ്ങനെ ചെയ്യാറില്ല. ഇല്ല, പക്ഷേ ഒന്ന് രണ്ട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അത് സ്ഥിരമായിട്ട് അങ്ങനെ മാത്രമായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഫുൾ ഡെഡിക്കേഷനായിട്ട് വരുവാണെങ്കിൽ ഞാൻ കുട്ടികളെ ക്ലാസ് എടുക്കാറുണ്ട്. ചില ഫുൾ ടൈമായിട്ട് അത് പഠിക്കണം എന്ന് ആഗ്രഹിച്ച്, അങ്ങനെ ഒത്തിരി വർഷങ്ങളോളം പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന കുട്ടികളെ ഞാൻ നിരാശപ്പെടുത്താറില്ല. ഈ ഇപ്പം എം ജയചന്ദ്രൻ്റെ മ്യൂസിക്കിൽ പാടി, അതെ. പിന്നെ വേറെ ആരുടെ മ്യൂസിക്കിൽ പാടി? പിന്നെ അലക്സ് പോളിൻ്റെ റോമിയോ എന്നുള്ള സിനിമയിൽ അലക്സ് പോളിൻ്റെ മ്യൂസിക്കിൽ
പാൽക്കടലിലുയരും പരമാനന്ദമേ, പാഴ്മുളയിലുണരും മുരളീ ഗീതമേ. ഞാനും മഞ്ജരിയും കൂടെ പാടിയ പാട്ടുണ്ട്, അതിൽ ചെയ്തു. പിന്നെ സ്വർണം എന്നുള്ള സിനിമയിൽ മറ്റേ മോഹൻ സിത്താരയുടെ വിധിയിൽ വെന്തുരുകും നിൻ കഥയൊരു മുനിശാപമോ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിക്കൽ ടച്ചുള്ളൊരു പാട്ടുണ്ട്. അങ്ങനെ മോഹൻ സിത്താരയുടെ 2-3 വർക്ക് പാടി സിനിമയിൽ. ഇവർ 3 പേരാണ് കൂടുതൽ ഞാൻ പാടിയത്. ചെന്ന് പലരെയും സമീപിക്കാനുള്ളൊരു മടിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആവശ്യമാണ്. കാരണം എല്ലാവരും ഇപ്പൊ ടി വി ഇരുന്ന് കണ്ടു എന്ന് വരില്ല അല്ലേ? എല്ലാവരും അവർക്ക് ആ സമയത്ത് ഓർമ്മ വരണമെങ്കിലേ നമ്മളൊന്ന് അങ്ങോട്ട് സമീപിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഫ്യൂച്ചറിൽ എന്താണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം? എന്താണ് ഭാവിയിൽ? എനിക്കിപ്പോൾ അങ്ങനെ കൂടുതൽ കോൺസെപ്റ്റ്സുകൾ നല്ല രീതിയിൽ ചെയ്യുക, അത് ഡിഫറൻ്റ് ആയിട്ട്. അതായത് ഇപ്പം നമ്മൾ രാഗം താനം പല്ലവി, പുതിയ രാഗങ്ങളിൽ ആരും പാടാത്ത രാഗം താനം പല്ലവികളൊക്കെ എടുത്തിട്ട് അതിൽ പാണ്ഡിത്യം കുറച്ചൊരു ഇതായിട്ടൊക്കെ 4 കാലങ്ങളിലൊക്കെ പാടുക, അങ്ങനെ ചെയ്യുക. രാഗമാലിക സ്വരങ്ങൾ പാടുക, ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുക. ഇതൊക്കെയാണ്. രാഗം കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ തില്ലാനകൾ, പുതിയ തില്ലാനകൾ പഠിച്ച് അവസാനം നമ്മൾ പാടുന്ന തില്ലാനകളുണ്ടല്ലോ, അതൊക്കെ പുതിയ തില്ലാനകൾ പഠിച്ച് പാടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്യൂഷൻ ചെയ്യണമെന്നുണ്ട് ആഗ്രഹം. ഈ ലാൽഗുഡി ജയറാമിൻ്റെയും ബാലമുരളീകൃഷ്ണൻ്റെ ഒക്കെ തില്ലാനകളുണ്ടല്ലോ, അതുപോലുള്ള തില്ലാനകൾ പുതിയതായിട്ട് പാടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫ്യൂഷൻ, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് മറ്റേ സ്റ്റീഫൻ ദേവസായിട്ടൊരു ഫ്യൂഷൻ ചെയ്തിരുന്നു. രമേശ് നാരായണൻ, ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ഹിന്ദുസ്ഥാനി, ഫ്യൂഷൻ, ക്ലാസിക്കൽ, അങ്ങനെ അതുപോലുള്ള പ്രോഗ്രാം താല്പര്യമുണ്ട്. പിന്നെ ദുബായിൽ തന്നെ ഞങ്ങൾ ഗായത്രി, മറ്റേ പാട്ട് പാടുന്ന ഗായത്രി ഉണ്ടല്ലോ, അവരുമായിട്ട് ചേർന്നൊരു 3 ജുഗൽബന്ദ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുണ്ട്. സ്മിതയ്ക്ക് ഐഡിയാസ് ഉണ്ടോ? എന്തൊക്കെ ഇനി എനിക്കില്ല, ഞങ്ങൾക്ക് 2 പേർക്കും ഐഡിയാസ് കുറവാണെന്ന് പറയാം. പുതിയ ഐഡിയാസ്, ആരെങ്കിലും ഇന്ന രീതിയിൽ പാടണം അല്ലെങ്കിൽ ഇന്ന രീതി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ പുതിയതായിട്ടൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് എന്താ പുതിയ ഐഡിയാസ് അങ്ങനെ ഇല്ല. ഉള്ളത് തന്നെ കുറച്ചുകൂടെ കണ്ടെടുക്കാന്ന് പറയാം. ഇങ്ങനെ ഒരു ചെളിയിൽ കിടക്കുന്ന മുത്തുകളെങ്ങനെ എടുക്കാന്നില്ല, അതുപോലെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതങ്ങനെ പുതിയതായിട്ട്. അപ്പോൾ വളരെ സന്തോഷം പരിചയപ്പെടാനും. പാട്ട് പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ഈ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയെ മാതിരിയാണെങ്കിൽ പാടുമ്പോൾ ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടിയാണ് അല്ലേ? നല്ല കോൺഫിഡൻസോട് കൂടിയാണ്. അപ്പം നല്ലൊരു പക്വത വന്ന ഒരു ഭാഗവതര് തന്നെ. പക്ഷെ ഭാഗവതര് കാര്യത്തോടെ എടുക്കുമ്പോൾ കൊച്ചുകുട്ടിയാവും. അപ്പോൾ കുറച്ചുകൂടെ ധൈര്യമൊക്കെ വരട്ടെ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നമ്മളുടെ ഒരാൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? നമ്മളും കൂടെ വിചാരിച്ചാലേ അത് ഫുള്ളായിട്ട് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുള്ളൂ. ചാനലിൽ കൂടെ നമുക്കൊരു തുടർച്ചയായിട്ടൊരു പ്രോഗ്രാം ക്ലാസിക്കലിൻ്റെ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനൊരു അവസരം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. വലിയൊരു സംഗീതജ്ഞനാവട്ടെ, നല്ല പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടാവും.